തന്നെ ഒരു രക്ഷയില്ല. ഇത് എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. നല്ല ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. വയലൻസ് അത്രക്കില്ല. അതായത് മറ്റേ വിമൻസിനെതിരായ ക്രൈം മാത്രമേ ഉള്ളൂ. ബട്ട് അതില് ടൊവിനോയുടെ ഒരു വലിയ റോൾ ഉണ്ട് നമുക്ക് വിചാരിക്കാം. മാർക്കോടെ അത്രയൊന്നുമില്ല, അത്രയും വയലൻസ് ഒന്നുമില്ല ഇതില്. ഭയങ്കര ബ്ലാൻഡ് ആയിരുന്നു. കിടുക്കി ഈ വർഷത്തെ ഫസ്റ്റ് പടമാണ്. കിടുക്കിയിട്ടുണ്ട്, കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ടോൺ നമ്മളാ ടോൺ ലുക്കിലാണ് വന്നിട്ടുണ്ട്. ഐഡന്റിറ്റി ലുക്കിൽ നമ്മൾ വന്നിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ പിടിച്ചാൽ മതി. പൊളി ലുക്കാണ് പുള്ളി. നമ്മൾ സസ്പെൻസ് ആണ്. ടോവിനോയുടെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞത് സ്പോയിലർ ആകുന്നത്. പടം കിടിലാണ്. ആ സസ്പെൻസ് ഒക്കെ പൊളിയാണ്. ക്ലൈമാക്സിലെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് കേട്ടോ. പൊളി ഫൈറ്റാണ്. അതൊരു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ത്രില്ലിങ് വരും. അത് പ്ലെയിനിൽ കിടന്നുള്ള ഫൈറ്റ് ആണ്. അതൊക്കെ കാണുന്നത്. ക്ലൈമാക്സ് നല്ലതാണ്. സെക്കൻഡ് ഹാഫിലാണ് പടം കയറി കൊടുത്തിരിക്കുന്നത്. പടം പൊളിയാണ്, ഒരു രക്ഷയില്ല. അടിപൊളി പടം തന്നെ. ഈ വർഷത്തെ തുടക്കമാണ് ഈ പടം. അത് വിജയിച്ച് അത് നല്ല രീതിയിൽ ടോവിനോ ചെയ്തിട്ടുണ്ട്. കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. സൈലന്റ് ആയിട്ട് വന്ന് സെറ്റപ്പ് ആക്കിയ ഒരു ക്യാരക്ടർ റോളാണ് അത്. അടിപൊളി ചെയ്തിട്ടുണ്ട്. ഹരശങ്കർ അടിപൊളി തകർത്ത് വാരി. ഈ വർഷത്തെ തുടക്കം തകർത്ത് വാരിണ്ട്, പൊളിച്ചിട്ടുണ്ട്. ഒരു ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിൽ പോകാൻ സാധ്യതയുണ്ട്. ടോവിനോയുടെ കരിയറിലെ ബെസ്റ്റ് മൂവിയാണ്. ത്രില്ലറാണ്, ആക്ഷൻ ഉണ്ട്, ട്വിസ്റ്റ് കുറയുണ്ട്, ഒരു ഇന്റർവ്യൂ മൂവിയാണ്. മാർക്കോട്ട് ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും പടം ഭയങ്കര ഹിറ്റായിരിക്കും. എഡിറ്റിങ് നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, എല്ലാം കൊണ്ട് നല്ലൊരു എന്റർടൈനറാണ്. മെസ്സേജ് ഉണ്ട്. പിന്നെ അർച്ചന കവി ശക്തമായി തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനാജിയിലുണ്ട്. ടോവിനോയുടെ കരിയറിലെ ബെസ്റ്റ് ഫിലിമാണ്. ടോവിനോ സൂപ്പർ സ്റ്റാറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. രാജാനുമാരുടെ ലാലേട്ട സൂപ്പർ സ്റ്റാർ ആയ പോലെ, ഇല്ലെങ്കിൽ മാർക്കോയുടെ ഉണ്ണുമൂന്ന് വന്ന പോലെ ടോവിനോ സൂപ്പർ സ്റ്റാർ ആകാൻ സാധ്യതയുണ്ട്. മാർക്കോന്റെ കൂടെ പിടിച്ചു. മാർക്കോ വയലൻസ് അന്നേലുണ്ടോ? മാർക്കോയുടെ അതേ ലെവലിൽ വരുന്നു, ആ അതേ ഫേസിൽ വരുന്ന അന്നേക്കാട്ടും ട്വിസ്റ്റ് ഉണ്ട്, വയലൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടം. ഫാമിലിക്ക് കാണാൻ പറ്റാം. ഈ മാർക്കോയുടെ അത്ര വയലൻസ് ഇല്ല, ഫാമിലിക്ക് കാണാൻ പറ്റും. ഒരു ഫാമിലി ഫിലിം പോലെയാണ്. അർച്ചന കവിയുടെ ശക്തമായ തിരിച്ചറിവാണ്. തൃശ എല്ലാം കാണാൻ ചെയ്യുന്നത്. വളരെ ഭയങ്കര ഹിറ്റായി. മാർക്കോയുടെ അതേ ലെവലിൽ വരും.